ആ നീ എത്തിയ ഓ ഈ ബാംഗ്ലൂർ ഭയങ്കര ചൂടാട്ടോ. പിന്നെ ഇവിടെ ഒടുക്കത്തെ തിരക്കും. നിങ്ങളോട് ഇപ്പം ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ പറഞ്ഞ നാളിലെങ്ങാനും ഇരുന്നാ പോരെ. എനിക്കൊരു ഉപ്പിട്ട നാരങ്ങ വെള്ളം. ഒന്നും മിണ്ടാതിരിക്കുവോ? അതിനിപ്പോ നിങ്ങളുടെ ഈ ഇംഗ്ലീഷ് ഭാഷ എനിക്കറിയണ്ടേ. അതൊക്കെ പോട്ടെ, നിനക്കിവിടെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? സൗകര്യങ്ങളൊക്കെ എങ്ങനെയാ? ഞാൻ ഇവിടെ അടുത്താ താമസിക്കുന്നത്. വലിയ സൗകര്യങ്ങളൊന്നുമില്ല, പക്ഷെ സമാധാനമുണ്ട്. കുട്ടാ, ഞാൻ ഇത്രയും ദൂരം കൂടെ വന്നത് നിന്നോട് പ്രധാനപ്പെട്ടൊരു കാര്യം പറയാൻ. നീ അത് സമാധാനമായിട്ടൊന്ന് കേൾക്കണം. നിങ്ങൾ എന്തിനാ വന്നതെന്ന് എനിക്ക് മനസ്സിലായി. ആ നശിച്ച വീട്ടിലേക്ക് ഞാനിനിയില്ല. അയാളുടെ മുഖം പോലും കാണുന്നത് എനിക്കിഷ്ടമല്ല. നിങ്ങൾക്കറിയോ നമ്മുടെ വീട്ടിൽ അയാൾ കാരണം ഞാൻ അനുഭവിച്ച ഓരോ കാര്യങ്ങൾ? നമ്മുടെ അമ്മ മരിക്കാൻ പോലും കാരണം അയാളാണോന്ന് എനിക്ക് സംശയമുണ്ട്. നമ്മുടെ അമ്മ മരിച്ചത് പിന്നെ ആ വീടിനെ കുറിച്ച് ഓർക്കുന്നത് പോലും എനിക്ക് പേടിയാ. അതുകൊണ്ട് ഇതും പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട. കുട്ടാ, നീ വീട്ടിലേക്ക് വരില്ല എന്ന് പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായി. പക്ഷെ നീ അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. നീ വിചാരിക്കുന്ന പോലെ നമ്മുടെ അമ്മ മരിച്ചത് ഹോസ്പിറ്റൽ വാർഡിൽ കിടന്നിട്ടല്ല, നമ്മുടെ വീട്ടിൽ വെച്ചിട്ടാ. അച്ഛൻ്റെ മടി കിടന്നിട്ടാ നമ്മുടെ അമ്മ മരിച്ചത്. അത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാ ഞാൻ അച്ഛനെ കുറ്റപ്പെടുത്തത്. പഴയതുപോലെയല്ല, ഉത്തരവാദിത്തം മൊത്തം എൻ്റെ ചുമല. അമ്മ പോയതിൽ പിന്നെ അച്ഛൻ കിടപ്പിലായി. ഇപ്പോ മാലുവിൻ്റെ വിവാഹം കൂടി ആയപ്പോ എനിക്ക് ഒറ്റയ്ക്ക് താങ്ങലില്ലടാ. പണ്ട് നീയെങ്കിലും ഉണ്ടായിരുന്നു, ഇപ്പൊ നീയുമില്ല. ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി പറഞ്ഞല്ല കേട്ടോ. എനിക്ക് മനസ്സിലാവും ഏട്ടാ. ഏട്ടനോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല. ഞാൻ എൻ്റെ കാരണം പറഞ്ഞ പിന്നെ മാലുവിൻ്റെ കല്യാണം അതോർത്തേട്ടൻ പേടിക്കണ്ട. അതിനുള്ള കുറച്ച് കാശൊക്കെ ഞാനും കരുതിയിട്ടുണ്ട്. ഞാൻ എൻ്റെ അവസ്ഥ കൊണ്ട് പറഞ്ഞതാ. എനിക്ക് മനസ്സിലാവും നമ്മുടെ അച്ഛൻ നിന്നോട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എനിക്കൊരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ അമ്മയെ ഓർത്തെങ്കിലും നീ വീട്ടിലേക്ക് വരണം, വന്ന് ചടങ്ങ് പൂർത്തിയാക്കണം. എന്നാലേ നമ്മുടെ അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടും. എന്നിട്ട് നീ ബാംഗ്ലൂരോ എവിടെ വെച്ചാ നിന്റെ ഇഷ്ടം പോലെ ജീവിച്ചു. എനിക്കിത്ര പറയാം. ഞാൻ നോക്കട്ടെ ഏട്ടാ. ഏട്ടനോട് നിൽക്കുവാണോ അതോ? ഞാനിന്ന് രാത്രി വണ്ടിയിലേക്ക് പോകണമെന്നാണ് വിചാരിക്കണേ. ഞാൻ ഇറങ്ങട്ടെ? നീ ആണ്ട് വരില്ലേ?